IDFും ഇസ്രായേൽ സർക്കാരും രണ്ട് തട്ടിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഗസ പിടിച്ചെടുക്കണം എന്നുള്ള അഭ്യർത്ഥനയോടനുബന്ധിച്ച് ആ യുദ്ധത്തിൻ്റെ സ്ഥിതിഗതികളൊക്കെ മാറ്റം വരുത്തണമെന്ന് ഇസ്രായേൽ സർക്കാർ IDFിനോട് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം. ഗസ എന്ന് പറയുന്ന പ്രദേശം അത്ര എളുപ്പത്തിൽ കീഴടക്കാനോ എളുപ്പത്തിൽ അവരെ പരാജയപ്പെടുത്താനോ വേണ്ടി സാധിക്കില്ല. 1.25 വർഷമായിട്ട് നമ്മൾ അതിന് കഠിനാധ്വാനം ചെയ്യുകയാണ്, എന്നിട്ട് ലക്ഷ്യം കാണുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ ഇരുന്നു കൊണ്ട് സർക്കാരിൻ്റെ പ്രതിനിധികൾ ഇവരോട് ആക്രമിക്കാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ കീഴടക്കാൻ വേണ്ടി പറയുന്നു. അത് യഥാർത്ഥത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല. മാത്രമല്ല, ഈ ചില സൈനിക കമാൻഡിൽപ്പെട്ട ആളുകൾക്ക് മാറ്റം വരുത്തുകയും പുതിയ ആളുകളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഈ സൈനിക മേധാവിയായിരിക്കുന്ന ഇയാൽ ഷമീർ അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. അത് പ്രതിരോധ മന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ഈ കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സൈനികർ അറിയാത്ത രീതിയിൽ സൈനിക കമാൻഡർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. വലിയൊരു യുദ്ധമുഖത്താണുള്ളത്. ആ യുദ്ധമുഖത്തുണ്ടാകുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഏകോപനത്തോടു കൂടി നീങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഈ സൈനിക കമാൻഡർമാർ പറയുന്നത്. എന്നാൽ ഈ ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ യുദ്ധം എത്തുന്നില്ല. അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പരാജയ രുചി അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ ലോകത്തിന് മുൻപിൽ വല്ലാത്തൊരു നാണക്കേട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.